ഹലോ. ഫോൺ എടുത്ത് യൂട്യൂബ് തുറന്ന ഒരു കാലത്ത് കരിക്കിൻ്റെ വീഡിയോ കാണാത്ത ഒരു ദിവസം പോലും നമുക്ക് ഉണ്ടായിരുന്നില്ല. ചിരിച്ച് ചിരിച്ച് മണ്ണ് കപ്പിയ നമുക്ക് ആ തേരാപ്പാര ടീം, ആ ടീം പിന്നെ പതുക്കെ യൂട്യൂബിൽ നിന്നും കോടികളുടെ ബിസിനസ്സിലേക്കും ഇപ്പോൾ ഇത് സിനിമയിലേക്ക് എത്തിയിരിക്കുകയാണ്. പക്ഷേ ആ യാത്ര അത്ര സ്മൂത്തായിരുന്നില്ല. തകർപ്പൻ വിജയങ്ങളിൽ നിന്നും വലിയ ഇടവേളകളിലേക്കും ഇതൊന്നും പഴയ കരിക്കല്ല എന്ന കട്ട വിമർശനങ്ങളിലേക്കും ടീം വീണു. ഇപ്പോൾ സ്വന്തമായിട്ട് സിനിമയായിട്ട് വരുമ്പോൾ നമ്മുടെ എല്ലാം മനസ്സിൽ ഒരൊറ്റ ചോദ്യമുണ്ട്: കരിക്കിന് ശരിക്കും എവിടെയാണ് പിഴച്ചത്? ആ പഴയ മാജിക് സിനിമയിൽ കാണാൻ പറ്റുമോ, അതോ യൂട്യൂബ് കണ്ട ആ ചരിത്രം അവർ ബിഗ് സ്ക്രീനിലും ആവർത്തിക്കും? ഇതൊക്കെയാണ് നമുക്ക് കരിക്കിൻ്റെ സിനിമയെക്കുറിച്ച് അറിയാനുള്ളത്. നമുക്ക് നോക്കാം. 2018 തിരിച്ചു പോകാം. അന്ന് യൂട്യൂബ് എന്ന് പറഞ്ഞാൽ നമുക്ക് സിനിമാ പാട്ടുകളും പിന്നെ ടി വി കണ്ട കോമഡി സ്കിറ്റുകളുടെ അപ്ലോഡുമായിരുന്നു മെയിനായിട്ടുള്ളത്. ആ ഒരു സ്പേസിലേക്കാണ്, ആ ശൂന്യതയിലേക്കാണ് നിഖിൽ പ്രസാദ് എന്നയാൾ കരിക്ക് എന്ന ചാനലിട്ട് വരുന്നത്. പിന്നാലെ ജോർജും ലോലനും ശംഭുവും ചേർന്ന തേരാപ്പാര ടീം. സംഭവം സിമ്പിളായിരുന്നു. നമ്മുടെയൊക്കെ ജീവിതം, നമ്മുടെ തൊഴിലില്ലായ്മ, ചങ്ക് ബ്രോസ്, തേപ്പ്, വീട്ടിലെ പ്രഷർ, സമൂഹത്തിൻ്റെ എന്താണ് നമ്മുടെയൊക്കെയുള്ള ജഡ്ജ്മെൻറ്റ്, ഇതൊക്കെ ഒരു ഫിൽറ്ററും കൂടാതെ നമ്മുടെ സ്ക്രീനിൽ കണ്ടപ്പോൾ നമ്മൾ അവരെ അങ്ങ് ഏറ്റെടുത്തു. കരിക്കിൻ്റെ പല ഡയലുകളൊക്കെ നമ്മുടെ കോൺവെർസേഷൻ്റെ ഒക്കെ ഭാഗമായിട്ടുണ്ട്. അതുകൊണ്ട് കരിക്ക് വെറും ഒരു യൂട്യൂബ് ചാനൽ അല്ലാതെ മാറി. അതൊരു പതുക്കെ ഒരു കേരളത്തിലെ ഒരു കൾച്ചറൽ മൂവ്മെൻറ്റ് പോലെയൊക്കെ മാറി. 10 മില്യൺ സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിട്ട് മലയാളത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായി അവർ ഉയർന്നു വന്നു. തേരാപ്പാരയുടെ സക്സസ്സിൽ മാത്രം അങ്ങ് ഒതുങ്ങി നിൽക്കാൻ കരിക്ക് ടീം റെഡിയായിരുന്നില്ല. ഉൽക്ക, സെബാസ്റ്റ്യൻ്റെ വെള്ളിയാഴ്ച പോലുള്ള സീരീസ് ഇറക്കി അവർ ഒരു ഡ്രാമയിലും ത്രില്ലറിലും ഒക്കെ ഒരു കൈ നോക്കി. ആ മേക്കിംഗ് ക്വാളിറ്റി, നാച്ചുറൽ ആക്ടിംഗ് ഒക്കെ കരിക്കിൻ്റെ ഒരു സിഗ്നേച്ചർ സ്റ്റൈലായി മാറി. പക്ഷേ കളി അവിടെയും തീർന്നില്ല. വെബ് സീരീസുകൾക്ക് വേണ്ടി ഫ്ലിക്ക്, അതുപോലെ മ്യൂസിക്കിന് വേണ്ടി ട്യൂൺസ് എന്നൊരു ചാനൽ, പിന്നെ ഫിലിംസിന് വേണ്ടി ഫ്യൂസ് എന്ന് പറഞ്ഞൊരു വേറൊരു യൂട്യൂബ് ചാനലും അതിൻ്റെ സോഷ്യൽ മീഡിയ ഒക്കെ അവർ ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ ബിസിനസ്സിൻ്റെ പല ഏരിയകളിലേക്ക് അവർ കയറി. കരിക്ക് പതുക്കെ ഒരു ബ്രാൻഡായി മാറുകയായിരുന്നു. പക്ഷേ ഈ വളർച്ചയുടെ ഓരോ സ്റ്റെപ്പിലും ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഇല്ലെന്ന കാര്യം അവർ ഓഡിയൻസിന് ഉറപ്പ് നൽകിക്കൊണ്ടേയിരുന്നു. എല്ലാം അടിപൊളിയായിട്ട് പോകുമ്പോഴാണ് സീൻ ചെറുതായിട്ട് പിന്നെയും പ്രശ്നം വന്നത്. അതായത് കരിക്കിൻ്റെ വീഡിയോയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് നീണ്ടു. മാസങ്ങൾ, വർഷങ്ങളായി വന്ന വീഡിയോക്കാണെങ്കിൽ ബഡ്ജറ്റ് കൂട്ടി, ക്വാളിറ്റി കൂട്ടി, ഒരു പഴയ ഫീലില്ലേ നമ്മുടെ ഉള്ളിൽ തട്ടുന്ന ആ സാധനം, അത് മിസ്സിംഗ് ആണെന്ന് പലരും പറഞ്ഞു തുടങ്ങി. കരിക്ക് പഴയ കരിക്കല്ല എന്ന ടാഗ്ലൈൻ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ട്രെൻഡിങ് ആയി. അതുപോലെ കോമഡി വിട്ട് സീരിയസ് ആയ റൂട്ടിലേക്ക് പോയപ്പോൾ ചിരിക്കാൻ വേണ്ടി മാത്രമേ ഞങ്ങൾക്ക് ഇതാണോ വേണ്ടതെന്ന് ചോദിക്കുന്ന ഒരു വിഭാഗം ഫാൻസും ഉണ്ടായി. കരിക്ക് എവിടെ പോയി എന്ന ചോദ്യം പതിയെ ഫാൻസിനിടയിൽ തന്നെ ഉയർന്നു വന്നു. ആ സമയത്താണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആ അനൗൺസ്മെൻറ്റ് വരുന്നത്. ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഒരു ഉത്തരവായിരുന്നു കരിക്ക് സ്റ്റുഡിയോസ് എന്ന ഫിലിം പ്രൊഡക്ഷൻ കമ്പനിയുടെ പ്രഖ്യാപനം. തിയേറ്ററിന് OTTക്കും വേണ്ടി സിനിമകളും സീരീസും ചെയ്യുക എന്നത് വലിയ പ്ലാനോടെയായിരുന്നു അവരുടെ എൻട്രി. ഫാൻസിൻ്റെ ആ നീണ്ട കാത്തിരിപ്പിന് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് 2026 ഏപ്രിൽ കരിക്കിൻ്റെ ആദ്യ സിനിമയുടെ ഷൂട്ടിംഗ് ഇടുക്കിയിൽ തുടങ്ങി. നിഖിൽ പ്രസാദ് തന്നെയാണ് പടം ഡയറക്റ്റ് ചെയ്തത്. ഡോക്ടർ അനന്തൂർ പ്രൊഡക്ഷൻസുമായി ചേർന്നാണ് നിർമ്മാണം. നമ്മൾ സ്നേഹിച്ച കരിക്ക് ടീമിനൊപ്പം മലയാള സിനിമയിൽ വലിയ പല പേരുകളും ഉണ്ടാകുമെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ യൂട്യൂബിലെ ഒരു ചെറിയ റൂമിൽ തുടങ്ങി, അതായത് പേരാപ്പാരയിൽ നിന്ന് സ്വന്തം സിനിമ എന്ന വലിയ സ്വപ്നത്തിലേക്കുള്ള കരിക്കിൻ്റെ ഈ യാത്ര, ഈ ജേർണി ശരിക്കും ഒരു സിനിമ പോലെ തന്നെയുണ്ട്. ഇടയ്ക്കൊക്കെ വീഴ്ചകളെ പറ്റി ഒരുപാട് പേർ വിമർശിച്ചു. പക്ഷേ ഓരോ തവണയും പുതിയ എന്തെങ്കിലും ഒന്നുമായി അവർ ട്രാക്ക് വിടാതെ തിരിച്ചു വന്ന റെക്കോർഡ് അവർക്കുണ്ട്. യൂട്യൂബിൽ അവർ ഉണ്ടാക്കിയെടുത്ത ആ ഫ്രഷ്നെസ്സും റീൽസും അതുപോലെ സിനിമയിലും കൊണ്ടുവരാൻ പറ്റിയാൽ മലയാള സിനിമയിൽ ഒരു പുതിയ വേവ് തന്നെ ഉണ്ടാക്കാൻ കഴിയും. ആ പഴയ ടീമിനെ, ആ പഴയ വൈബിൽ ബിഗ് സ്ക്രീനിൽ കാണാനാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്. അത് തന്നെയായിരിക്കും അവർ നമുക്ക് തരാൻ റെഡിയാക്കി വെച്ചിരിക്കുന്നത് കരുതുന്നു. ആ കാത്തിരിപ്പിന് റിസൾട്ട് ഉണ്ടാവും, നോക്കാം. വി ഹാവ് ടു വെയിറ്റ് ആൻഡ് സീ. താങ്ക് യു.